അസ്സലാമലൈക്കും. അപ്പോൾ ഞങ്ങളിന്ന് ഇപ്പോൾ ഉള്ളത് മൈസൂരാണ്, മൈസൂർ റൂമിലാണ്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നാണ് മെയിൻ ഞങ്ങൾ എല്ലായിടത്തും പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നലെ ഞങ്ങൾ കുറച്ച് ലേറ്റായി ഇവിടെ എത്തുമ്പോൾ. അവരുണ്ടാകുന്ന കാരണം മാത്രമേ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യും. അപ്പോൾ അത് ഏതൊക്കെയാണ് ഇവിടെ കാണിച്ചു തരാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പുറത്ത് നല്ല വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ പുറത്തൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മൈസൂർ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ്, ജാം, വാട്ടർമെലൻ, പിന്നെ റവയുടെ ഇഡ്ഡലി, പിന്നെ അതിലേക്കുള്ള ചട്നി ഐറ്റംസുകളുണ്ട്, പിന്നെ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ അവരുടെ കേസരി ഉണ്ട്. കേസരി അടിപൊളി ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പുറപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് അടുത്ത് ഈ ഒരു പള്ളിയാണ്, സെൻറ്റ് ഫിലോമിനാസ് ചർച്ചാണ്. അത് ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ബിഗ്ഗസ്റ്റ് ചർച്ച് എന്നാണ് പറയണത്. അപ്പോൾ അതൊന്ന് കാണാനാണ് വന്നത്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് നമുക്ക് ഉള്ളിലേക്കൊന്നും കയറാൻ പറ്റിയില്ല. ഉള്ളിലേക്ക് നേരെ അവിടെ പ്രാർത്ഥന ഡേ ആയിരുന്നു. സൺഡേ ആയതുകൊണ്ട് കയറാനൊന്നും പറ്റിയില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ താഴെ കൂടെ ഒരു അണ്ടറിലേക്ക് പോകാനുള്ളൊരു ചാൻസ് കിട്ടി. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ അണ്ടർഗ്രൗണ്ടിലാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കയറി വരണോടത്ത് എന്താണ് സെൻറ്റ് ജോസഫ് അവർ കിടക്കണ ഒരു ഇതാണ് സെൻറ്റ് ഫിലോമിന. അവിടെ കിടക്കണ ഒരു സ്ലീപ്പിംഗ് സെൻറ്റ് ഫിലോമിനയുടെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം അവിടെ ചിലവഴിച്ചിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മളിപ്പോൾ മൈസൂർ പാലസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള റൂട്ടാണ് ഈ കാണുന്നത്. അവിടെ നിന്ന് തന്നെ കുറച്ച് ദൂരം ഉള്ളതെന്ന് കണ്ട് അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഓരോ അടുത്തടുത്ത റൂട്ട് നോക്കിയിട്ടാണ് നമ്മൾ പോണത്. ഒരൊറ്റ ദിവസമാണല്ലോ നമുക്ക് കറക്റ്റ് ഉള്ളത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് അടുത്താണ് മൈസൂർ പാലസ് എന്ന് കണ്ടപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10 മണിക്കൊക്കെയാണ് മൈസൂർ പാലസ് ഓപ്പൺ എന്നാണ് കണ്ടത്. അപ്പോൾ ആ ഒരു സമയത്തോടു കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എത്താൻ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് നമ്മളവിടെ എത്തുന്നുണ്ട്. അവിടെ സ്റ്റാർട്ടിങ് 10 മണിയെന്ന് പറഞ്ഞാൽ ആ നേരത്തേക്ക് നമ്മൾ എത്തിയപ്പോൾ തന്നെ അവിടെ നല്ല തിരക്കായിട്ടുണ്ട്. ആ ടൈം ആകുമ്പോഴത്തേന് എല്ലാവരും രാവിലെ നേരത്തെ എനിക്ക് വന്നിട്ട് ക്യൂവിൽ നിൽക്കണമെന്ന് തോന്നുന്നുണ്ട്. അത്രയും തിരക്കുണ്ടായിരുന്നു 2 സൈഡിലായിട്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ മൈസൂർ പാലസ്. കാണുന്നതാണ് നമ്മുടെ മൈസൂർ പാലസ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ചെരുപ്പ് ഇടാൻ പാടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ചെരുപ്പൊക്കെ പുറത്ത് ഏൽപ്പിച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് കയറിയതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ കയറി വരുമ്പോൾ ഇങ്ങനെ കുറച്ച് വിശദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ് ആ ഭംഗി, അവിടുത്തെ സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് കണ്ട് തന്നെ ആസ്വദിച്ചോളൂ നിങ്ങളല്ലാണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതൊന്നുമില്ല. പിന്നെ തിരക്ക് ഒരു 1.5 തിരക്ക് തന്നെ ആയിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. സൺഡേയും കൂടെ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും തിരിയാനുള്ളൊരു ചാൻസ് പോലും ഇല്ലാത്ത അത്ര തിരക്കായിരുന്നു. അപ്പം ഇനി നമുക്ക് മൈസൂർ പാലസിലെ ഭംഗി ആസ്വദിക്കാം. അടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടോട്ടോ.
കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം ഇത് കണ്ടപ്പോൾ ആഭരണപ്പെട്ടിയാന്ന് വിചാരിച്ചു. പക്ഷെ ഇത് പല സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയ ഇൻവിറ്റേഷൻസുകളാണ് ഈ കാണുന്നത്. അതിൻ്റെ മോഡലുകളാണ് ഈ കാണുന്നത് കേട്ടോ. ഈ ചെയറൊക്കെ സിൽവർ ചെയേഴ്സാണ്. പിന്നെ ആനക്കൊമ്പിൻ്റെ ഒരു ഇതൊക്കെയാണ് ആ ഫ്രണ്ടിൽ കാണുന്നത്. ജനലിൽ കൂടെ പുറത്ത് നിന്ന് നോക്കിയുള്ള കാഴ്ചകൾ നമുക്കൊന്ന് നോക്കാം. പുറത്തേക്ക് അവരുടെ ഉള്ളിൽ തന്നെ ഉള്ള കാഴ്ചകളാണ് ആ കാണുന്നത്. വെള്ളി കൊണ്ടുണ്ടാക്കിയ ഡോറുകളാണ് ഈ കാണുന്നത്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ കുറേ ക്ഷേത്രങ്ങൾ പുറത്തുണ്ട്, പക്ഷെ അതിലൊന്നും കയറിയില്ല. പിന്നെ നമുക്ക് ടൈം ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ അതിലൊന്നും കയറിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വ്യത്യസ്തങ്ങളായ കോയിൻസ് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഫോട്ടോ എടുത്താണ്. ഇനി ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.